കേരളത്തിലെ 139 മണ്ഡലങ്ങളില്ലാത്തൊരു സവിശേഷത റോഷി പറഞ്ഞ ഈ സവിശേഷതയാണ്. BJP-യെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് LDF-ഉം UDF-ഉം കൂടി ചേർന്ന ഒരു ക്രോസ് വോട്ടിംഗ് നടക്കുന്ന ഒരുപക്ഷെ ഏറ്റവും വലിയ തോതിൽ ക്രോസ് വോട്ടിംഗ് നടക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഉടനീളം ഇത്തരം രാഷ്ട്രീയ പരീക്ഷണങ്ങളും രാഷ്ട്രീയ സങ്കീർണതകളും ഉണ്ടായിട്ടുണ്ട്. 1991 KG മാരാർ മത്സരിക്കുന്ന സമയത്താണ് അവിടെ മാരാരെ ജയിപ്പിക്കാൻ വേണ്ടി UDF-ഉം BJP-യും ചേർന്നു സഖ്യമുണ്ടാക്കിയെന്നോ സഹകരണം ഉണ്ടാക്കിയെന്നോ ആരോപണം വരുന്നത്. അതേ മഞ്ചേശ്വരത്താണ് പിന്നീട് 2001 ക്രോസ് വോട്ടിംഗ് അതിൻ്റെ ഏറ്റവും വലിയ അളവിൽ നടന്നത്. 2001 മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, 13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ആ 13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എങ്ങനെ അവിടെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രോസ് വോട്ടിംഗ് കൊണ്ട് മാത്രമാണ്. കാരണം ഇതുവരെയുള്ള അതിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ നേരിയ ഭൂരിപക്ഷം മാത്രമാണ്. 89 ഉണ്ട്, 745 ഉണ്ട്, 1000 ഉണ്ട്, 600 ഉണ്ട്, 700 ഉണ്ട്. അവിടെ 13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ചെർക്കളം അബ്ദുള്ളയ്ക്ക് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്ന് നടന്ന ക്രോസ് വോട്ടിംഗ് ആണ്. ക്രോസ് വോട്ടിംഗ് എന്തുകൊണ്ട് നടക്കുന്നു അവിടെ? ക്രോസ് വോട്ടിംഗ് നടക്കുന്നതിന് കാരണം BJP ജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള BJP താരമൂല്യത്തോടെ കാണുന്ന ഇത്തവണ അല്ലെങ്കിൽ ഏത് തവണയാണെങ്കിലും ഇത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് കരുതുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. ആ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നേരത്തെയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കലായി പൊളിറ്റിക്കൽ രാഷ്ട്രീയം കളിച്ചിരുന്നെങ്കിൽ BJP എപ്പോഴേ കിട്ടേണ്ട മണ്ഡലമാണ് മഞ്ചേശ്വരം. അതായത് K. സുരേന്ദ്രൻ അന്നത്തെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ വരുന്നതിന് 2011 അതിനും 10 വർഷം മുന്നേ BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി ക്രോസ് വോട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും അത് BJP-യുടെ ശക്തി മഞ്ചേശ്വരത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. BJP-ക്ക് ഇത്രയും ശക്തി ഉള്ളൊരു മണ്ഡലം, അല്ലെങ്കിൽ BJP-യുടെ കയ്യിലേക്ക് ഒരു മണ്ഡലം വരും എന്ന് കരുതിയ ഏറ്റവും ആദ്യത്തെ മണ്ഡലം മഞ്ചേശ്വരമാണ് അല്ലേ? നിയമമൊക്കെ പിന്നീടാണ് വരുന്നത്. അത് BJP-കാർക്ക് മനസ്സിലായില്ലെന്നാണ്. BJP-കാർക്ക് മനസ്സിലായില്ലെന്നല്ല, BJP-കാർക്ക് മനസ്സിലായില്ല. അവിടുത്തെ വോട്ടർമാർ പരമാവധി അല്ലെങ്കിൽ ഈ BJP അനുഭാവികളായ വോട്ടർമാർ പരമാവധി ശ്രമിച്ചെങ്കിലും BJP-ക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ കോന്നിയിലേക്കും കൂടി സുരേന്ദ്രൻ പാലയിടില്ലായിരുന്നു. അതായത് മഞ്ചേശ്വരത്ത് പൂർണ്ണമായ ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ സുരേന്ദ്രന്റെ കയ്യിൽ 2016 ലഭിക്കേണ്ട മണ്ഡലമാണ് മഞ്ചേശ്വരം.